25,000 രൂപയ്ക്ക് ഒരു പുതിയ ഫോൺ വാങ്ങാൻ പ്ലാൻ ഉണ്ടോ? റിയൽമി 15 നിങ്ങൾക്ക് പറ്റിയ ഫോണാണോ എന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത 7000 mAh എന്ന ഭീമൻ ബാറ്ററിയാണ്. പുതുമയായി ഇത് മാത്രമേ ഉള്ളൂ? നമുക്ക് വിശദമായി നോക്കാം. ഡിസൈൻ നോക്കുകയാണെങ്കിൽ കയ്യിൽ ഒതുങ്ങുന്ന വളരെ സ്ലിം ആയ ഒരു ഡിസൈൻ ആണ്. ഈ ക്യാമറയ്ക്ക് ചുറ്റുമുള്ള ഗ്ലോ റിംഗ് കണ്ടോ? നോട്ടിഫിക്കേഷൻ വരുമ്പോഴും കോൾ വരുമ്പോഴും പാട്ട് കേൾക്കുമ്പോഴൊക്കെ ഇത് പല നിറത്തിൽ കത്തും. കൗതുകം ലേശം കൂടുതൽ ഉള്ളവരെ ഇത് രസിപ്പിക്കും. ഇനി ഡിസ്പ്ലേയുടെ കാര്യം, 6.8 ഇഞ്ചിന്റെ വലിയൊരു കർവ് ഡിസ്പ്ലേ ആണിത്. 144 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഉള്ളത് കൊണ്ട് സ്ക്രോൾ ചെയ്യുമ്പോഴൊക്കെ നല്ല സ്മൂത്ത് ആയിരിക്കും. പിന്നെ 6500 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ്, ചുരുക്കി പറഞ്ഞാൽ നല്ല വെയിലത്ത് വെച്ചാലും സ്ക്രീൻ നല്ല ക്ലിയർ ആയി കാണും. സിനിമ കാണാനും ഗെയിം കളിക്കാനും ഒക്കെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. റിയൽമി ഇതിനെ വിളിക്കുന്നത് AI പാർട്ടി ഫോൺ എന്നാണ്. കുറെ ഫിൽറ്ററുകളും വോയിസ് കമാൻഡ് ഉപയോഗിച്ച് ഫോട്ടോ എഡിറ്റിംഗ് ചെയ്യാവുന്ന AI ജീനി പോലുള്ള ഫീച്ചറുകളും ഉണ്ട്. അതൊക്കെ കൊള്ളാം. പക്ഷെ ശരിക്കുമുള്ള കാര്യം ഇതിന്റെ ക്യാമറ ഹാർഡ്വെയർ ആണ്. 50 മെഗാ പിക്സലിന്റെ സോണി സെൻസർ ആണ് പ്രധാന ക്യാമറ. രാത്രിയിൽ എടുക്കുന്ന ഫോട്ടോകൾക്ക് നല്ല നാച്ചുറൽ കളറാണ്. സെൽഫികളാണെങ്കിൽ ഓവറായി ബ്യൂട്ടിഫിക്കേഷൻ ഇല്ലാതെ റിയൽ ആയിട്ടുള്ള ചിത്രങ്ങൾ തരും. പോർട്രേറ്റ് ഫോട്ടോകൾ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ല സൂപ്പറായി ബ്ലർ ചെയ്ത് തരുന്നുണ്ട്. ഈ വിലയ്ക്ക് കിട്ടാവുന്ന മികച്ച ക്യാമറകളിൽ ഒന്നാണിത്. ഓക്കെ, ഇനി പെർഫോമൻസിലേക്ക് വരാം. MediaTek 7300+ ചിപ്സെറ്റ് ആണ് ഇതിലുള്ളത്. സാധാരണ ഉപയോഗത്തിനും കോൾ ഓഫ് ഡ്യൂട്ടി പോലുള്ള ഗെയിമുകൾ കളിക്കാനും ഒന്നും ഒരു പ്രശ്നവുമില്ല. ഫോൺ ചൂടാവുകയുമില്ല. എന്നാൽ നിങ്ങൾ ഒരു ഹെവി ഗെയിമർ ആണെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള ഫോൺ ആയിരിക്കില്ല. Android 15 ആണ് സോഫ്റ്റ്വെയർ. 3 വർഷത്തെ OS അപ്ഡേറ്റും കിട്ടും. അതൊക്കെ കൊള്ളാം. പക്ഷേ ഫോൺ ആദ്യമായി കയ്യിലെടുക്കുമ്പോൾ തന്നെ ഏകദേശം 51ഓളം ആപ്പുകൾ ഇതിൽ ഫ്രീ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇവയെല്ലാം നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടത് ഒരു കിടിലൻ ബാറ്ററി ആണോ? ഒരു ദിവസം മുഴുവൻ എന്തുപയോഗിച്ചാലും ചാർജ് തീരരുത് എന്നാണോ ആഗ്രഹം? നല്ലൊരു ഡിസ്പ്ലേയും വിശ്വസിക്കാൻ പറ്റുന്ന ക്യാമറയും വേണം എങ്കിൽ റിയൽമി 15 നിങ്ങൾക്ക് ധൈര്യമായി വാങ്ങാം. 26,000 രൂപയ്ക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. അതേസമയം നിങ്ങളുടെ ആവശ്യം പെർഫോമൻസും ഹെവി ഗെയിമിംഗും ആണെങ്കിൽ IQ അല്ലെങ്കിൽ പോക്കോ പോലുള്ള ബ്രാൻഡുകൾ നോക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.